الحمد لله رب العالمين حمدا كثيرا طيبا مباركا لله الواحد القهار المؤمن الجبار المهيمن الغفار غافر ذنب وقابل توب له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. ആദരണീയനായ ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷൻ ISMന്റെ ജില്ലാ പ്രസിഡന്റ് ഫൈസൽ ബാബു സലഫി, ഏറെ ബഹുമാന്യനായ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ മലപ്പുറം ജില്ലാ ട്രഷറർ PC കുഞ്ഞമ്മദ് മാസ്റ്റർ, ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികൾ, കേരള നദ്വത്തുൽ മുജാഹിദീന്റെ യുവജന സംഘടന വരും മാസങ്ങളിൽ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ക്യാമ്പയിനിന്റെ ജില്ലാ തലത്തിലുള്ള പ്രചാരണങ്ങളുടെ തുടക്കമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ ഒരാൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരന്തരമായ വിമർശനങ്ങൾക്ക് വിധേയമാകുന്നത് എന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളുടെ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്? മുഹമ്മദ് നബിയേക്കാൾ നന്നായി മനുഷ്യരോട് സംസാരിക്കുകയും ഇടപഴകുകയും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ആളുകളോട് വൃത്തിയായി പെരുമാറുകയും മാന്യമായ രീതിയിൽ ഇടപാടുകൾ നടത്തുകയും സഹവസിക്കുകയും ചെയ്ത ഒരാൾ ചരിത്രത്തിൽ വേറെയൊന്നും അധികം കാണാൻ കഴിയില്ല എന്നതാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത. അള്ളാഹുവിന്റെ റസൂൽ സ്വയം പരിചയപ്പെടുത്തിയത് ബുഇസ്തു ലി ഉതമ്മിമൽ അഖ്ലാഖ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമായ എല്ലാ സൽഗുണങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതം കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയുന്ന എല്ലാ സൽസ്വഭാവങ്ങളും ദുനിയാവിലെ ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ കഴിയുന്ന എല്ലാ നന്മകളും അത് ലോകത്തിന് ചെയ്ത് കാണിച്ചു കൊടുക്കാനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. ഏറ്റവും നന്നായി ആളുകളുടെ കൂടെ ജീവിച്ച ശത്രുവിനോട് പോലും അങ്ങനെ നല്ല രീതിയിൽ പെരുമാറിയ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ജീവിതകാലത്തുണ്ടായതിനേക്കാളേറെ ശത്രുക്കൾ, എതിരാളികൾ, വിമർശകന്മാർ, ആക്ഷേപിക്കുന്നവർ
തെറി പറയുന്നവർ, ചീത്ത പറയുന്നവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണശേഷം പിൽക്കാലഘട്ടങ്ങളിൽ ഉണ്ടായി. ചരിത്രത്തിൽ വളരെ ക്രൂരന്മാരായ ആളുകൾ കടന്നുപോയിട്ടുണ്ട്. ആയിരങ്ങളെയും പതിനായിരങ്ങളെയും ലക്ഷക്കണക്കിന് ആളുകളെയും കൊന്നുകൂട്ടിയ, തങ്ങളുടെ സാമ്രാജ്യങ്ങളുടെ നിലനിൽപ്പിനും വികാസത്തിനും വേണ്ടി കോടാനുകോടി മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തിയ അനേകം ആളുകൾ, കുപ്രസിദ്ധരായ ഒരുപാട് വ്യക്തിത്വങ്ങൾ മനുഷ്യന്റെ ചരിത്രത്തിൽ ഇന്നലകളിൽ കടന്നുപോയിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കുന്ന ഒരു പുസ്തകത്തിൽ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാലും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത പറയുന്ന ഏതെങ്കിലും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കയറി നോക്കിയാലും അവിടെയൊന്നും ചരിത്രത്തിൽ ഏറ്റവും വലിയ ക്രൂരതകൾ കാണിച്ച് കടന്നുപോയ മനുഷ്യരെ കുറിച്ച് ആക്ഷേപങ്ങളോ വിമർശനങ്ങളോ ചീത്തവിളികളോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. അഡോൾഫ് ഹിറ്റ്ലർ എവിടെയാണ്, ആരാലാണ് ആക്ഷേപിക്കപ്പെടാറുള്ളത്? അഡോൾഫ് ഹിറ്റ്ലറെ ചീത്ത പറയുന്ന, അഡോൾഫ് ഹിറ്റ്ലർക്കെതിരെ സെമിനാർ നടത്തുന്ന, ഹിറ്റ്ലർക്കെതിരെ ഒരു പുസ്തകം എഴുതുന്ന, തന്റെ ഫേസ്ബുക്ക് വാളിൽ വന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരാമർശം ഹിറ്റ്ലർക്കെതിരെ ആരെങ്കിലും നടത്തുന്നത് നമ്മളാരെങ്കിലും കാണുന്നുണ്ടോ? ലക്ഷക്കണക്കിന് ജൂതന്മാരെ ഗ്യാസ് ചേമ്പറിലിട്ട് ചുട്ടുകൊന്നു എന്നാണ് ഹിറ്റ്ലറെ കുറിച്ച് ചരിത്രം പറയുക. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ശരീരത്തിന്റെ നിറത്തിന്റെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലൊക്കെ കലാപങ്ങളും സംഘർഷങ്ങളും സായുധ പോരാട്ടങ്ങളും മനുഷ്യക്കുരുതികളും നമുക്ക് വിവരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഹൃദയസ്പർശിയായ രൂപത്തിലുള്ള മനസ്സിനെ തകർക്കുന്ന വിധമുള്ള അനേക സംഭവങ്ങൾ അവിടെ ഇവിടെയും അതിന് കാരണക്കാരായ ആളുകളെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. പിന്നെന്തുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് ഇത്രമേൽ ശത്രുതയും വിമർശനങ്ങളും ഉണ്ടാകാനുള്ള കാരണം എന്താ? ഞാൻ ഇതുപോലെയുള്ള നമ്മൾ മാത്രമുള്ള ഒരു സദസ്സിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാരുണ്യത്തിന്റെ അടയാളങ്ങളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയർത്തിപ്പിടിച്ച നീതിബോധത്തെക്കുറിച്ചോ അള്ളാഹുവിന്റെ പ്രവാചകൻ ശത്രുവിനോട് പോലും കാണിച്ചിട്ടുള്ള സ്നേഹമിശ്രിതമായ പെരുമാറ്റങ്ങളെക്കുറിച്ചൊന്നും വിശദീകരിക്കേണ്ടതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെല്ലാം ഒരുപോലെ അറിയുകയും പഠിക്കുകയും വായിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ പ്രവാചകൻ അന്ത്യപ്രവാചകനാണ് എന്ന് വിശ്വസിക്കുകയും ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും വഴി കാണിക്കാനും വെളിച്ചം നൽകാനും മാർഗദർശനത്തിനുമായി അള്ളാഹു അദ്ദേഹത്തെ നിയോഗിച്ചു എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യുന്നവരാണ് നമ്മൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റുമ്പോഴാണ്, അനുധാവനം ചെയ്യുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങളെ, ലോകത്തിന്റെ മുമ്പിൽ അദ്ദേഹം അവതരിപ്പിച്ച ആശയങ്ങളെ, സന്ദേശങ്ങളെ സ്വീകരിക്കുമ്പോഴാണ് ലോകത്ത് നന്മയും ലോകത്തിന് പുരോഗതിയും വിജയവും സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവുക എന്ന് ലോകത്തോട് പറയുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് നമ്മൾ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെ പരിചയപ്പെടുത്തുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയണം ആരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിമർശകന്മാർ. എന്തിനാണ് ആളുകൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിക്കുന്നത്? എന്തുകൊണ്ടാണ് ആളുകൾ സത്യസന്ധമായി ആളുകളുടെ മനസ്സിനകത്ത് റസൂലിനോട് വിരോധവും വെറുപ്പൊക്കെ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ്?
നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടാൽ നമുക്ക് അങ്ങേയറ്റത്തെ വിയോജിപ്പുള്ള ഒരാൾ, തീരെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടാൽ മരണത്തോടുകൂടെ അദ്ദേഹത്തോടുള്ള വെറുപ്പും അദ്ദേഹത്തോടുള്ള വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ അതോടുകൂടെ അങ്ങ് അലിഞ്ഞില്ലാതായിത്തീരും. 1400 കൊല്ലം കഴിഞ്ഞിട്ട്, മരണം കഴിഞ്ഞിട്ട് 1400 കൊല്ലം കഴിഞ്ഞിട്ടും ചില മനുഷ്യരുടെ മനസ്സിനകത്ത് റസൂലിനോട് ഇങ്ങനെ വിരോധം കത്തിയാളുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ അനുധാവനം ചെയ്യുന്ന നമ്മൾ അതിന്റെ കാരണം കണ്ടെത്തിയേ പറ്റും. 1400 കൊല്ലം കഴിഞ്ഞിട്ടും മരണപ്പെട്ട പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉള്ളുകൊണ്ട് വലിയ വിരോധം കാത്തു സൂക്ഷിക്കുന്നവർ നമുക്കിടയിൽ ജീവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് എന്ന് ആത്മാർത്ഥമായി പഠിക്കാനുള്ള, അവിടെ എന്ത് തരത്തിലുള്ള തിരുത്തലുകളാണ് വരുത്തേണ്ടത്, അവർക്ക് കാര്യങ്ങൾ റസൂലുള്ളാഹിനെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ ഭാഗത്തുനിന്ന് ഏതു രൂപത്തിലുള്ള നിലപാടുകളും സമീപനങ്ങളുമാണ് ഉണ്ടാകേണ്ടത് എന്ന രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഈ ക്യാമ്പയിനിൽ ഞാനും നിങ്ങളൊക്കെ ഇടപെടേണ്ടത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നമുക്ക് ആളുകളോട് പറയാനുള്ളത് എന്താണ്? ഈ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യരോടും നമുക്ക് പറയാനുള്ളത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങളൊരു ഉത്തമ മനുഷ്യനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് മുഹമ്മദ് നബിയാണ്. നിങ്ങൾ ഏറ്റവും നല്ലൊരു മനുഷ്യനായി ഈ ലോകത്ത് ജീവിച്ച് മരിക്കണം എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, ഏറ്റവും നല്ല സ്വഭാവമുള്ള, ഏറ്റവും നല്ല സംസ്കാരമുള്ള, ഏറ്റവും നല്ല മൂല്യബോധമുള്ള, ധാർമ്മിക ചിന്തയുള്ള ഒരു മനുഷ്യനായി ലോകത്ത് ജീവിച്ചു മരിക്കണം എന്നാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടുന്ന ചരിത്രത്തിലെ ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് മുഹമ്മദ് നബിയാണ്. ഇതാണ് നമുക്ക് ലോകത്തോട് പറയാനുള്ളത്. നമ്മൾ ഇങ്ങനെ പറയുമ്പോഴും ആളുകൾക്കിടയിൽ നമ്മൾ ഇതൊക്കെ പ്രചരിപ്പിക്കുമ്പോഴും ആളുകളുടെ മനസ്സിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അക്രമകാരിയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കലാപകാരിയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച എന്തൊക്കെയോ കാര്യങ്ങൾ കേട്ടിട്ടാണ് ലോകത്ത് പലതരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകനും ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങൾ കഴിഞ്ഞൊരു 25 കൊല്ലത്തിന്റെ ഇപ്പുറം നിങ്ങൾ അതിന് വന്നൊരു മാറ്റത്തെ കൃത്യമായി മനസ്സിലാക്കണം. ഒരു കാലഘട്ടത്തിൽ എന്താണ് പറഞ്ഞിരുന്നത്? ഇസ്ലാം നല്ലതാണ്, ഖുർആൻ നല്ലതാണ്, മുഹമ്മദ് നബിക്കൊന്നും കുഴപ്പമില്ല, പക്ഷെ മുസ്ലിങ്ങൾ അവരെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. മുസ്ലിങ്ങൾക്കാണ് കുഴപ്പമുള്ളത്, മുസ്ലിങ്ങൾ തെറ്റുകാരാണ്, അവരുടെ മതത്തിന് കുഴപ്പമുണ്ട് എന്ന് ഞങ്ങൾ പറയില്ല, അവരുടെ പ്രവാചകനെ ഞങ്ങൾ കുറ്റം പറയില്ല, അവരുടെ വേദഗ്രന്ഥത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു ആക്ഷേപവുമില്ല, തെറ്റുകാര് മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞ ഇസ്ലാം വിമർശനത്തിന്റെ, മുസ്ലിം വിമർശനത്തിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് പറയുന്നത് എന്താണ്? ഇന്ന് പറയുന്നത് ലോകത്തുള്ള മുസ്ലിങ്ങൾ, മുസ്ലിം നാമധാരികളായ ആളുകൾ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാലും അതിന്റെ പേര് എങ്ങനെ മുഹമ്മദ് നബിയോട് ബന്ധപ്പെടുത്താം, അതിന്റെ കാരണക്കാരനായി എങ്ങനെ മുഹമ്മദ് നബിയെ അവതരിപ്പിക്കാം എന്താളുകൾ ഗവേഷണം നടത്തുകയാണ്. അതിനെപ്പറ്റി ആളുകൾ ചിന്തിക്കുക, വലിയ പഠനങ്ങൾ നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട്. തന്റെ വളർത്തുപട്ടിയെ ജീപ്പിന്റെ പിന്നിൽ കെട്ടിയിട്ടിട്ട് ഒരു മനുഷ്യൻ റോഡിലൂടെ വലിച്ചു കൊണ്ടുപോകും. വളർത്തുപട്ടിയെ ജീപ്പിന്റെ പിന്നിൽ കെട്ടിയിട്ടിട്ട് ഒരു മനുഷ്യൻ റോഡിലൂടെ വലിച്ചു കൊണ്ടുപോകും. ഒരു മൃഗത്തോട് അങ്ങേയറ്റത്തെ ക്രൂരതയോടുകൂടെ ഒരാൾ പെരുമാറിയപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏത് രൂപത്തിലാണ് അത് ചർച്ച ചെയ്തത്? ആ മനുഷ്യന്റെ പേര്, അയാളുടെ മതം, പട്ടികളോട് നായകളോട് എങ്ങനെയുള്ള സമീപനം സ്വീകരിക്കണം, നായ തൊട്ടാൽ എത്ര തവണ കഴുകാനാണ് മുഹമ്മദ് നബി പറഞ്ഞത്, അതിൽ നിന്നാണ് നായകളോട് വെറുപ്പുണ്ടാകുന്നത്, അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞ്
വീട്ടിലെ വളർത്തുപട്ടിയെ ക്രൂരമായി ജീപ്പിന്റെ പിന്നിൽ കെട്ടിയിട്ട് റോഡിലൂടെ ഉരച്ചു വലിച്ചു കൊണ്ടുപോയ മനുഷ്യന്റെ തെറ്റായ പ്രവർത്തനത്തെ 1400 കൊല്ലം മുമ്പ് മരണപ്പെട്ട റസൂലിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി കൂട്ടിക്കെട്ടി ബന്ധപ്പെടുത്തിയിട്ട് ഈ മനുഷ്യൻ എന്തെങ്കിലും പറയുന്നതിന് പകരം അള്ളാന്റെ റസൂലിനെ ചീത്ത പറയുക. ഇതാണ് ലോകത്ത് നമ്മൾ ജീവിക്കുന്ന വർത്തമാനകാല ലോകത്ത്, ആധുനിക കാലത്ത് ആളുകൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വീകരിക്കുന്ന ഒരു സമീപനം ഇതാണ്. നിങ്ങളല്ല കുഴപ്പക്കാർ. നമ്മളോട് വിമർശകന്മാർ പറയുന്നത് നിങ്ങളല്ല കുഴപ്പക്കാർ, നിങ്ങൾ നല്ലവരാണ്. നിങ്ങളിങ്ങനെ കേടുവന്നു പോകാൻ കാരണം, നിങ്ങൾക്ക് കുഴപ്പങ്ങൾ ഉണ്ടാകാൻ കാരണം നിങ്ങൾ പിൻപറ്റുന്ന നിങ്ങളുടെ വിശ്വാസമാണ്. നിങ്ങൾ പിന്തുടരുന്ന പ്രവാചകനാണ് തകരാറുള്ളത്. നിങ്ങൾ അനുധാവനം ചെയ്യുന്ന പ്രവാചക വചനങ്ങളിലാണ് തെറ്റുകളുള്ളത്. ജീവിതത്തിന്റെ മാർഗദർശനമായി നിങ്ങൾ കാണുന്ന വേദഗ്രന്ഥത്തിലാണ് അബദ്ധങ്ങളുള്ളത്. എന്നോട് പറഞ്ഞാൽ മതി. നിങ്ങൾക്കല്ല, എന്തൊന്നിനെ ആസ്പദമാക്കി, അടിസ്ഥാനമാക്കി, ആധാരമാക്കിയാണോ നിങ്ങൾ ജീവിക്കുന്നത്, ആ നിങ്ങൾ ജീവിക്കുന്ന ആധാരത്തിനാണ്, അടിസ്ഥാനത്തിനാണ്, നിങ്ങളുടെ കിതാബിനാണ്, നിങ്ങളുടെ റസൂലിനാണ് കുഴപ്പമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ കാലത്ത് നമുക്കിടയിൽ ഉണ്ടാക്കുന്ന, ഞാനും നിങ്ങളും എന്ത് തെറ്റ് ചെയ്താലും കുറ്റക്കാർ നമ്മളല്ല, അത് മുഹമ്മദ് നബിയാണ് എന്ന് സോഷ്യൽ മീഡിയ പറയും, എക്സ് മുസ്ലിങ്ങൾ പറയും, നമ്മുടെ നാട്ടിലെ നവനാസ്തികരും യുക്തിവാദികളും ഭൗതികവാദികളും അങ്ങനെ പറയും, ഇസ്ലാം വിമർശകന്മാർ അങ്ങനെ പറയും. ലോകത്താരുടെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുസ്ലിം നാമധാരികളുടെ കൈകളിൽ നിന്നുണ്ടായാലും അതിന്റെ എല്ലാം ആശയപരമായ വേര് കിടക്കുന്നത് മുഹമ്മദ് നബിയിലാണ് എന്ന് പറഞ്ഞ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കുക. ഇതിന്റെ കാരണം എന്താണ്? സഹോദരങ്ങളെ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് നിർവഹിച്ചത് അള്ളാഹു ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വത്തിന്റെ നിർവഹണമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനാകാൻ വേണ്ടി ഇങ്ങനെ തീരുമാനിച്ച് കച്ചകെട്ടി ഇറങ്ങിയിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ആഗ്രഹിച്ച് കൊതിച്ച് തേടി അങ്ങനെ പ്രവാചകത്വം കിട്ടിയതല്ല. മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു തെരഞ്ഞെടുത്തതാണ്. പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പുള്ള അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതവും പ്രവാചകത്വം ലഭ്യമായതിനു ശേഷമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവും ചരിത്രത്തിൽ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുക്കപ്പെടുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകൻ ആട്ടിയോടിക്കപ്പെടുന്നത്, അള്ളാഹുവിന്റെ റസൂലിന് സ്വാധീനം നഷ്ടപ്പെടുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വന്തം നാട്ടിൽ നിൽക്കാൻ കഴിയാതെ വരുന്നത്, എവിടേക്കെങ്കിലും ഒക്കെ നാട് വിട്ടുപോയാലോ എന്ന് ചിന്തിക്കേണ്ടി വരുന്നത്, ഹിജ്റ പോകേണ്ടി വരുന്നത്, യുദ്ധം ചെയ്യേണ്ടി വരുന്നത്, ഇതെല്ലാം 40 വയസ്സിന് ശേഷം 63 വയസ്സുവരെയുള്ള 23 വർഷക്കാലത്തെ റസൂലായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള ജീവിതം എന്ന് പറയുന്നത് പരീക്ഷണങ്ങളുടെ, പ്രയാസങ്ങളുടെ, പ്രതിസന്ധികളുടെ, കഷ്ടപ്പാടുകളുടെ, വേദനകളുടെ, സങ്കടങ്ങളുടെ, മുറിവുകളുടെ, യുദ്ധങ്ങളുടെ, കയ്യേറ്റങ്ങളുടെ, ബഹിഷ്കരണങ്ങളുടെ, എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുടെയും കാലഘട്ടങ്ങളാണ്. എന്താണ് റസൂലുള്ളാഹിക്ക് ലാഭമുണ്ടായത്? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ റിസാലത്ത് ഏറ്റെടുത്തതുകൊണ്ട് എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലാഭമുണ്ടായത്? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഭൗതികമായ കണ്ണുകളിലൂടെ, കാഴ്ചപ്പാടുകളിലൂടെ നിരീക്ഷിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ലാഭവും നേട്ടവും പ്രവാചകനായി തെരഞ്ഞെടുക്കപ്പെട്ടതിലൂടെ ഉണ്ടായിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടായത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മതപരമായ നിലപാടുകൾ കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടായത് രാഷ്ട്രീയമായ കാരണങ്ങളെ കൊണ്ടാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടായത് സാമ്പത്തികമായ കാരണങ്ങളെ കൊണ്ടാണ്. മതപരമായ, സാമ്പത്തികമായ, രാഷ്ട്രീയമായ കാരണങ്ങൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എതിർപ്പുകളുടെ, വിമർശനങ്ങളുടെ, ശത്രുതകളുടെ പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ്
അതിനെങ്ങനെ പ്രതിരോധിക്കാം, അതിനെങ്ങനെ നമുക്ക് മറികടക്കാം എന്ന് ചിന്തിക്കാൻ കഴിയുക. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ കാണുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട എല്ലാ വിമർശനങ്ങളും റസൂലുള്ളാഹിന്റെ വിവാഹത്തെക്കുറിച്ച് പറയുന്നുണ്ടോ? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യുദ്ധത്തെക്കുറിച്ച് പറയുന്നുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീതി കാണിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടോ? കലാപകാരിയാണ് എന്ന് പറയുന്നുണ്ടോ? അള്ളാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വിമർശനങ്ങളും പാശ്ചാത്യ ലോകത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികളാണ്. 1600 മുതൽ 1650 മുതൽ 1900 വരെയുള്ള 250 കൊല്ലക്കാലത്തിനിടക്ക് പാശ്ചാത്യ ലോകത്ത് പൗരസ്ത്യ നാടുകളെക്കുറിച്ചും പൗരസ്ത്യ നാടുകളുടെ മതങ്ങളെക്കുറിച്ചുള്ള വലിയ പഠനങ്ങൾ ഉണ്ടായി. ഈ 1650 മുതൽ 1900 വരെ എന്ന് പറയുന്നത് 17, 18, 19 നൂറ്റാണ്ടുകൾ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ ചരിത്രത്തിൽ ഞാനും നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് പോലെ യൂറോപ്യൻ രാജ്യങ്ങളുടെ അധിനിവേശങ്ങളുടെ കാലഘട്ടമാണ്. കോളനികൾ ഉണ്ടാക്കാൻ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു ചെന്ന് രാജ്യങ്ങളെ കീഴടക്കി തങ്ങളുടെ കോളനികളാക്കി മാറ്റിയ ചരിത്രമാണ് 17, 18 നൂറ്റാണ്ടുകൾ എന്ന് പറയുന്നത്. കോളനികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പാശ്ചാത്യരായ ആളുകൾ, യൂറോപ്യന്മാർ പോകുമ്പോൾ പൗരസ്ത്യ നാടുകൾ, ആ പൗരസ്ത്യ നാടുകളുടെ മതങ്ങളെക്കുറിച്ചുള്ള വലിയ പഠനങ്ങൾ ഉണ്ടായി. ആ പഠനങ്ങളിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖുർആനും ഇസ്ലാമും ഒക്കെ കടന്നു വരുന്നത്. ഹിന്ദുമതത്തെക്കുറിച്ച് അവർ പഠിച്ചിട്ടുണ്ട്, ബുദ്ധമതത്തെക്കുറിച്ച് അവർ പഠിച്ചിട്ടുണ്ട്, പൗരസ്ത്യ നാടുകളിലുള്ള പല ദർശനങ്ങളെയും പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ 1650-നും 1900-നും ഇടക്ക് പാശ്ചാത്യ നാടുകളിൽ, യൂറോപ്യൻ നാടുകളിൽ 70,000 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. 70,000 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. 70,000 പുസ്തകങ്ങളിൽ 100-ലേറെ ഖുർആൻ പരിഭാഷകളാണ്. ഈ 70,000 പുസ്തകങ്ങളുടെയും അടിസ്ഥാനപരമായ തീം എന്ന് പറയുന്നത്, അതിന്റെ അടിസ്ഥാന ആശയങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാം വിമർശനങ്ങളാണ്. ഒന്നുകിൽ ഖുർആനിനെതിരെ, അല്ലെങ്കിൽ ഇസ്ലാമിക നിയമങ്ങൾക്കെതിരെ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ, ഹദീസിനെതിരെ. ഇങ്ങനെ 70,000 പുസ്തകങ്ങൾ 250 കൊല്ലം കൊണ്ട് പൗരസ്ത്യ നാടുകളിൽ എഴുതപ്പെടുകയാണ്. ഈ 70,000 പുസ്തകങ്ങളിൽ 100 കണക്കിന് ഖുർആൻ പരിഭാഷകളുണ്ട്. എല്ലാ പാശ്ചാത്യ നാടുകളുടെ ഓരോ രാജ്യത്തിന്റെയും പ്രാദേശിക ഭാഷകളിൽ 100 കണക്കിന് ഖുർആൻ പരിഭാഷകളാണ് 1650-നും 1900-നും ഇടയ്ക്ക് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. 9-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ മുസ്ലിങ്ങളുണ്ട്. കേരളത്തിൽ 9-ാം നൂറ്റാണ്ടിൽ മുസ്ലിങ്ങളുണ്ട്. 9-ാം നൂറ്റാണ്ട് മുതൽ സംഘടിതമായി തന്നെ മുസ്ലിങ്ങൾ ജീവിക്കുന്ന നാടാണ് കേരളം എന്ന് പറയുന്നത്. കേരളത്തിൽ എന്നാണ് ഖുർആൻ പരിഭാഷ ഉണ്ടാകുന്നത്? കേരളത്തിൽ ആദ്യമായി ഖുർആൻ പരിഭാഷ ഉണ്ടാകുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. 1855-ലാണ് ആദ്യത്തെ ഖുർആൻ പരിഭാഷ. മായിൻകുട്ടികളയ എന്ന് പറഞ്ഞ തലശ്ശേരിക്കാരനായ KE കുടുംബത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ, മഹാനായ മായിൻകുട്ടികളയ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കൂടെ മുസ്ലിയാരോ മൗലവിയോ ഒന്നുമില്ലാത്തത് കൊണ്ടൊരു സാധാരണക്കാരനാണ് എന്ന് നമ്മൾ കരുതരുത്. മഹാപണ്ഡിതനാണ് മായിൻകുട്ടികളയ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഷെയ്ഖ് മുഹീദ്ദീൻ ബിൻ അബ്ദുൽ ഖാദർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം KE കുടുംബാണ്. പക്ഷെ അദ്ദേഹം പിന്നീട് ഇളയ എന്നറിയപ്പെടുന്നത്, അദ്ദേഹം വിവാഹം കഴിച്ചത് കണ്ണൂരിലെ പ്രസിദ്ധമായ രാജകുടുംബത്തിൽ നിന്നാണ്. ആ രാജകുടുംബത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് ഇളയ എന്ന പേര് ലഭിക്കുന്നത്. മായിൻകുട്ടികളയ പരിശുദ്ധ ഖുർആനിന് പരിഭാഷ എഴുതിയിട്ട്, അത് ആദ്യമായി അദ്ദേഹം എഴുതുന്ന പരിഭാഷ എന്ന് പറയുന്നത് അറബി മലയാളത്തിനാണ്. പരിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ ആദ്യമായി ഉണ്ടാകുന്നത് അറബി മലയാളത്തിലാണ്. പരിശുദ്ധ ഖുർആൻ, ഞാനിത് പറഞ്ഞത് മലയാളത്തിൽ പോലും അടുത്ത കാലത്താണ് ഖുർആൻ ഉണ്ടായത് എന്ന് പറയാനാണ്. മായിൻകുട്ടികളയുടെ ഖുർആൻ പരിഭാഷ ഉണ്ടാകുന്നത്
1855 അദ്ദേഹം തുടക്കം കുറിച്ച് 1877 ആ പരിഭാഷ പൂർത്തിയാകുന്നത്. അറബി മലയാളത്തിലുള്ള 6 വാള്യങ്ങളിലുള്ള ആ ഖുർആൻ പരിഭാഷ അന്ന് അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത് മുസ്ലിം സമുദായത്തിനകത്ത് നിന്ന് വലിയ വിമർശനങ്ങൾ, എതിർപ്പുകളൊക്കെ അതിനുണ്ടായി. ആദ്യം അച്ചടിക്കപ്പെട്ട മായൻകുട്ടികളയുടെ പരിഭാഷ അന്ന് കല്ല് കെട്ടി അറബിക്കടലിൽ താഴ്ത്തി എന്നാണ് ചരിത്രത്തിലുള്ളത്. മുസ്ലിം സമുദായത്തിലെ യാഥാസ്ഥിതിക പൗരോഹിത്യ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം പരിശുദ്ധ ഖുർആനിന്റെ അറബി മലയാളം പരിഭാഷ അത് കല്ല് കെട്ടിയിട്ട് അറബിക്കടലിൽ താഴ്ത്തി എന്നാണ് ചരിത്രത്തിലുള്ളത്. പിന്നീട് ഒരു പരിഭാഷ മലയാളത്തിൽ ഉണ്ടാകുന്നത്, അതിനുശേഷം ചെറിയ ചെറിയ ഉദ്യമങ്ങളുണ്ട്, പരിഭാഷകൾക്ക് വേണ്ടിയുള്ള ഉദ്യമങ്ങൾ. 1855 തുടങ്ങി 1877 ഇളയുടെ മായൻകുട്ടി ഇളയുടെ ഈ പരിഭാഷ ഉണ്ടായി. പിന്നീട് നമ്മൾ കാണുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവി 1918 ഏതാനും ചെറിയ ഭാഗങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. 1918 1930കളിൽ മുസ്ലിം ലിറ്ററേച്ചർ സൊസൈറ്റി എന്ന് പറഞ്ഞ് KM സീതി സാഹിബിന്റെ നേതൃത്വത്തിലുള്ള തലശ്ശേരി കേന്ദ്രീകരിച്ച് രൂപീകരിക്കപ്പെട്ട ഒരു സംഘടന ഖുർആനിന്റെ ഏതാനും ഭാഗങ്ങൾ പിന്നീട് പരിഭാഷപ്പെടുത്തുന്നുണ്ട്. 1937 കക്കാടുള്ള കോയട്ടി മൗലവി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പരിശുദ്ധ ഖുർആനിന്റെ അറബി മലയാളം പരിഭാഷ വീണ്ടും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. കക്കാടുകാരനാണ് അദ്ദേഹം. 1951 തുടങ്ങിയിട്ട് 1963 പൂർത്തീകരിക്കപ്പെട്ട CN അഹമ്മദ് മൗലവിയുടെ പരിഭാഷയാണ് മലയാളത്തിൽ ആദ്യമായി പൂർണ്ണമായി പ്രസിദ്ധീകരിക്കപ്പെട്ട പരിഭാഷ എന്ന് പറയുന്നത് CN അഹമ്മദ് മൗലവിയുടെ പരിഭാഷയാണ്. 1951 അദ്ദേഹം എഴുതി തുടങ്ങി 1963 പൂർത്തീകരിക്കപ്പെട്ടത്. ഞാൻ ഇത് പറഞ്ഞത് മലയാളത്തിൽ 9ാം നൂറ്റാണ്ട് മുതൽ മുസ്ലിങ്ങളുള്ള കേരളത്തിൽ ആധുനിക മലയാളത്തിൽ ഒരു പരിഭാഷ ഉണ്ടാകുന്നത് 1951 തുടങ്ങി 63 ആ കാലത്താണ്. 1960കളിൽ K ഉമ്മർ മൗലവിയുടെ പരിഭാഷയാണ് പിന്നീട് ഉണ്ടാകുന്നത്. ഇദ്ദേഹം CN അഹമ്മദ് മൗലവിയുടെ കഴിയുമ്പോൾ പിന്നെ K ഉമ്മർ മൗലവിയുടെ പരിഭാഷയാണ് പിന്നെ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഖുർആൻ പരിഭാഷകളുടെ ഒരു ചരിത്രം. ഞാനിത് പറഞ്ഞത് 1650കളിൽ യൂറോപ്പിൽ പരിശുദ്ധ ഖുർആനിന്റെ പരിഭാഷകൾ അത് പ്രസിദ്ധീകരിക്കപ്പെടുകയാണ്. ആ കാലഘട്ടം എന്ന് പറയുന്നതാണ് കൊളോണിയൽ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. 16 മുതൽ അല്ലെങ്കിൽ 17, 18, 19 നൂറ്റാണ്ടുകളൊക്കെ കൊളോണിയൽ കാലഘട്ടങ്ങളാണ്. ആ കൊളോണിയൽ കാലഘട്ടങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു വന്നപ്പോ കൊളോണിയൽ ശക്തികൾക്കെതിരെ, ബ്രിട്ടനെതിരെ, പോർച്ചുഗലിനെതിരെ, സ്പെയിനിനെതിരെ, അന്നത്തെ എല്ലാ തരത്തിലുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കുമെതിരായ ശക്തമായ കൊളോണിയൽ വിരുദ്ധ ചെറുത്തുനിൽപ്പുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായി. ആ ചെറുത്തുനിൽപ്പുകളിൽ ഓരോരോ പ്രദേശങ്ങളിലെ അതത് കാലഘട്ടത്തിലെ ഇസ്ലാമിക പണ്ഡിതന്മാർ വലിയ തോതിലുള്ള പങ്ക് നിർവഹിച്ചു. അവിടെയാണ് ഇസ്ലാം വിമർശനങ്ങളുടെ, പ്രവാചക തിരുമേനിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരായ വിമർശനങ്ങളുടെ രാഷ്ട്രീയമായ, മതപരമായ, സാമ്പത്തികമായ വേരുകളുണ്ട് എന്ന് സഹോദരങ്ങളെ ഞാൻ സൂചിപ്പിച്ചത്. ഞാൻ ഇതൊരു വലിയ ഒരു ചർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ ഒരു വലിയ പഠനത്തിനു വേണ്ടി, ചരിത്രത്തിൽ എവിടെ നിന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വിരോധം ആരംഭിക്കുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദ്യമായി വിമർശിച്ചയാൾ ആരായിരിക്കും? അള്ളാഹുവിന്റെ പ്രവാചകനെ വിമർശിച്ചുകൊണ്ട് ലോകത്ത് അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ഗ്രന്ഥം ഏതായിരിക്കും? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിക്കുന്നവരുടെ മതപരമായ താല്പര്യങ്ങൾ എന്തായിരിക്കും? അള്ളാഹുവിന്റെ പ്രവാചകനെ വിമർശിക്കുന്നവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്തായിരിക്കും? അതിന് പിന്നിലുള്ള സാമ്പത്തിക താല്പര്യങ്ങൾ എന്തായിരിക്കും? ആ രീതിയിലുള്ള ഒരു പഠനത്തിന്, ആ രീതിയിലുള്ള ഒരു അന്വേഷണത്തിന് തീർച്ചയായും ഈ ക്യാമ്പയിനിന്റെ കാലയളവിൽ നമുക്ക് സാധ്യമാകണം. നമ്മൾ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നവരാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തെ അവനവന്റെ ജീവിതങ്ങളിലേക്ക് ഒപ്പിയെടുക്കുക എന്നതാണ്, പകർത്തിയെടുക്കുക എന്നതാണ്, സ്വീകരിക്കുക. കളങ്കങ്ങളില്ലാതെ, കലർപ്പുകളില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുക എന്നതാണ് നമുക്ക് ഓരോരുത്തർക്കും വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് ഈ സമൂഹത്തോട്, നമ്മുടെ നാടിനോട്
നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തോട് നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വന്തം ജീവിതം കൊണ്ട് താൻ ജീവിച്ച പ്രദേശങ്ങൾക്കൊക്കെ സമാധാനവും സന്തോഷവും പകർന്നു കൊടുത്തൊരു പ്രവാചകനാണ്. വ്യക്തികൾക്കാണെങ്കിലും സമൂഹങ്ങൾക്കാണെങ്കിലും നാടുകൾക്കാണെങ്കിലും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം പകർന്നു നൽകിയത് സന്തോഷവും സമാധാനവും ആഹ്ലാദവും ആനന്ദവും സംതൃപ്തിയും ഒക്കെയാണ്. നമുക്കും തീർച്ചയായും അള്ളാഹുവിന്റെ പ്രവാചകൻ അനുധാവനം ചെയ്യുന്നതിലൂടെ, കളങ്കമില്ലാതെ റസൂലിനെ പിൻപറ്റുന്നതിലൂടെ നമ്മുടെ നാടിനും നമ്മുടെ ചുറ്റുപാടിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനൊക്കെ സമാധാനവും സന്തോഷവും സംതൃപ്തിയും ആനന്ദവും ആദർശപരമായ ഉന്നതമായ ഒരു അവസ്ഥയൊക്കെ പ്രതിനിധാനം ചെയ്യാനും അത് നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാനും നമുക്ക് സാധ്യമാകും. അതിന് ഈ ക്യാമ്പയിൻ എനിക്കും നിങ്ങൾക്കും പ്രേരണയാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവസരം തന്നതിന് ISMന്റെ മലപ്പുറം ജില്ലാ വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയോട് എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് സർവശക്തൻ കാരുണ്യവാൻ ജഗന്നിയന്താവ് ഇത്തരത്തിലുള്ളൊരു ക്യാമ്പയിനിലൂടെ എന്താണോ നമ്മുടെ യുവജന പ്രസ്ഥാനം ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാനും സഫലമാകാനും എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹൃദവാനാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.